സ്കൂളിൽ പോയിട്ട് വരുവാ എന്ന് വെച്ചാൽ ഞാൻ ടീച്ചറല്ല. ഒന്നും പറയണ്ട എന്റെ ദൈവമേ. ടീച്ചർ സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഈ മാസം കിട്ടാറുള്ള 5 കിലോ അരി ഉണ്ടല്ലോ അത് തരാനാന്ന്. അവിടെ ചെന്നപ്പോഴല്ലയോ അറിയുന്നത് പേരൻസ് മീറ്റിംഗ് ആന്ന്. വാല് ചപ്പിയ പേരയ്ക്ക പോലെ അത്രയും പേരൻസിന്റെ ഇടയിൽ ഞാൻ ഇരുന്ന് ഉരുകുവായിരുന്നേ. കാരണം എന്തുവാ, എന്റെ മോന്റെ റിസൾട്ട് അവിടെ വെച്ച് തുറന്നു നോക്കിയില്ല. കാരണം അതിനുള്ള ധൈര്യം എനിക്കില്ല. കൊണ്ടുവന്നിട്ടുണ്ട്. ഫിസിക്സിന് 6, ബയോളജിക്ക് ഒരു ചീന മുട്ടയുണ്ട്. വീണ് പൊട്ടാൻ കാര്യമായി. കണക്ക് പിന്നെ കണക്കാ. ഓ, മലയാളം എഴുത്തച്ഛൻ ജീവിച്ചിരുന്നായിരുന്നെങ്കിൽ ഈ വീട്ടിൽ കയറി വന്ന് അവനെ അടിച്ചനെ. ഈ ചെറുക്കന് ഈ വള്ളി പുള്ളി എവിടാന്ന് ഇതുവരെ അറിയത്തില്ലയോ? അതെങ്ങനെ നല്ലൊരു പുള്ളിയുടെ മോന. ഈ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം ചെറുക്കന്റെ ജോലി എന്തുവാന്ന് ചോദിച്ചേ. അന്നേരം പറഞ്ഞു ജഡ്ജാന്ന്. ഞാനും എന്റെ വീട്ടുകാരെ വിചാരിച്ചു ഹൈക്കോടതിയിലെ വല്ല ജഡ്ജ് വന്നു. കല്യാണം കഴിഞ്ഞപ്പോഴല്ലയോ അറിയുന്നത് ഹൈക്കോടതിയിലെ ജഡ്ജല്ലേ ഈ കലോത്സവത്തിനൊക്കെ പോയിരിക്കുന്ന ജഡ്ജാന്ന്. എന്റെ ദൈവമേ, ഇത് പോയിട്ടുണ്ട്. എവിടോ കലോത്സവോ ഏതോ മേള നടക്കുന്നിടത്ത് പോയിട്ടുണ്ട്. മാർക്കിടാൻ വരുന്ന വർക്കൊക്കെ ഒന്ന് കാണണമേ. ഈ താടി നീട്ടി വളർത്തിയിട്ടുണ്ട് ജുബയുടെ ബട്ടൺസും മറഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യനെ പറയിക്കാൻ. ഹലോ, ആർക്കെ ചുനക്കരയാ? ഞാൻ കോമളൻ, കേരളപുരം കോമളൻ. കേരളപുരം കോമളൻ. എന്തോട്ടാ വിശേഷം? നല്ല വിശേഷം, നല്ല വിശേഷം. നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ കുണ്ട്ര ഉണ്ടോ? അല്ല, കുണ്ട്ര ഉണ്ടടാ. അവിടെ വല്ല മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ ആണോടാ? പിന്നെ ഇവിടെ കൊല്ലം ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമല്ലയോ? ഓ, മൊബൈൽ മുറുക്കി പിടിച്ചോണം, ചിലപ്പോ തെറിച്ചു പോകും കേട്ടോ. അല്ലേ, കൊല്ലം ജില്ലയുടെ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമല്ലയോന്ന്? ഓ, അവിടെ മാർക്കറ്റായിരിക്കും അല്ലേ? ആന്നു. വേദിയിൽ ഇപ്പൊ എന്താ അരങ്ങേറുന്നത്? വേദിയിൽ ഇപ്പൊ ഒരു പരിപാടിയില്ല. കുറെ പിള്ളേർ കമ്പും കവരവും കൊണ്ട് തല്ലു കൂടുന്നുണ്ട്. ഞാനത് കണ്ടോണ്ടിരിക്കുക. അതാണ് കമ്പുകളി, അതിന് മാർക്കറ്റ്. പിള്ളേരുടെ കോലുകൂടി നിന്നെ പൊതിപ്പിക്കുന്നേ. പോയേക്കാം. ഇത് ഞാൻ ഫ്രീ ആകുമ്പോ വിളിക്കാം കേട്ടോ. ഓക്കെ. വന്നോ ജോലിയും കഴിഞ്ഞ്? ലളിതമ്മേ, എന്തൊക്കെയുണ്ട്? ആരായിരുന്നു വിളിച്ചതാരായിരുന്നു? നിനക്ക് മനസ്സിലായില്ലയോ? ഇല്ല. എന്റെ സഹപ്രവർത്തകൻ ആര്? കേരളപുരം കോമളൻ. എനിക്കറിയത്തില്ല. ഇനി അവനെന്ന് പറഞ്ഞ പണ്ട് പാട്ടും കുത്തും ഒക്കെ നടന്നതാ. ഇപ്പൊ എന്നോട് ജഡ്ജിമെന്റ് ഒക്കെ വന്നിട്ടേ ഇപ്പൊ അവന് ഇരിക്കാൻ നേരമില്ല. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓട്ടമല്ലയോ. നിങ്ങളുടെ കൂട്ടുകാരനല്ലയോ? എന്റെ കൂട്ടുകാരൻ. വേദികളിൽ നിന്നും വേദി എന്നല്ല, വേദന തിന്ന് പോകുന്നു പറയണം. അതല്ലേ അവൻ എന്നെ പോലല്ല, ഭയങ്കര മണ്ടനാ. നിങ്ങളുടെ കൂട്ടുകാരനല്ലയോ? എന്റെ കൂട്ടുകാരനാ. അവന് കഴിഞ്ഞിടയ്ക്ക് അടൂർ LP സ്കൂളിൽ മാർക്കർ എന്റെ കൂടെ വന്നു. അവിടെ വന്നപ്പം അവിടുത്തെ ടീച്ചർ അനൗൺസ്മെന്റ് ചെയ്തു, അടുത്ത വേദിയിൽ നാഷണൽ ആന്തം. പിന്നെ സൈഡിൽ ഒരു ആന്ത്. എന്തോ ഈ നാഷണൽ ആന്തം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. നാഷണൽ ആന്തം എന്ന് പറഞ്ഞാൽ ദേശീയ ഗാനമാണെന്ന്. സത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? ഞാൻ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് അതെങ്ങനെ അറിയാം? നമ്മുടെ മോൻ പറഞ്ഞു പഠിപ്പിച്ച. മോന്റെ കാര്യം ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാനിരിക്കും വരുന്നത്. ഞാൻ ഇന്ന് സ്കൂളിൽ പോയി ടീച്ചർ ഇട്ട് കൊടുത്ത മാർക്ക് ഉണ്ട്. എനിക്ക് വലിയൊരു ഇട്ട മാർക്ക് കണ്ടാ, ഞാൻ ഇട്ട മാർക്ക് കണ്ടാ മതി. മാർക്ക് ഞാൻ കാണത്തുള്ളൂ. എന്റെ മനുഷ്യ ആകെ 6 വിഷയമേ ഉള്ളൂ. അവൻ 7 വിഷയത്തിന് തോറ്റിട്ടാ ഇങ്ങോട്ട് വന്നത്. 7ാമത്തെ ഏതാണ് ഈ വിഷയം? അത് അവൻ സ്കൂളിലുണ്ടാക്കിയ വിഷയം. വേദ പിള്ളേരുമായിട്ട് അടിപിടി കൂടിയത്. നിങ്ങൾ ഇങ്ങനെ മാർക്കിട്ട് നടന്നോ? ചെറുക്കൻ വഴക്കിട്ട് നടക്കട്ടെ. ഒരു ജൂറിയുടെ അവസ്ഥ കണ്ടോ? ജൂറിയുടെ വീട്ടിലെ അവസ്ഥ കണ്ടോ? എന്തോ അവസ്ഥയാ നിങ്ങളുടെ കോലം. ഇത് എന്തോ മനുഷ്യന്റെ എന്തോ താടിയും മുടിയും. എനിക്ക് നാണക്കേട പുറത്തോട്ട് ഇറങ്ങി. നിങ്ങൾ ഇതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ ഒരുമാതിരി ആഫ്രിക്കൻ മുഷിയെ ചൂണ്ടിട്ട് പിടിച്ച പോലെ ഒരു താടി വെട്ടാൻ പറ്റുമോ? എന്റെ കലാജീവിതത്തിന്റെ എന്റെ പ്രൗഢിയാണ് എന്റെ താടി മുടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൗഢി കൂടുതലൊന്നും സംസാരിക്കല്ലേ. തിന്നാൻ വല്ലതും വേണോ? ഞാൻ ജൂറിയാന്നേ. തിന്നാൻ എന്തെങ്കിലും എടുക്കുന്ന നേരത്തെ ഈ മാതിരി സംസാരിക്കുന്നത്? ഞാനൊരു ജൂറിയാ. തിന്നാൻ എന്തെങ്കിലും വേണമെന്നല്ല ചോദിക്കേണ്ടത്. ആഹാരം പാചകം ചെയ്തിട്ടുണ്ട്, കഴിക്കാൻ വരൂ സാറേ എന്ന് വിളിക്കണം. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുന്നത്. എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെച്ച് വിളമ്പി തരാം. വേണം? എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? കഞ്ഞിയും പയറും ഉണ്ട്, എടുക്കട്ടെ? കഞ്ഞിയും പയറും ആണെങ്കിൽ പ്ലേറ്റിനകത്ത് എടുക്കണ്ട, ഒരു ഗ്ലാസ്സിനകത്ത് നിറച്ച് കുലുക്കി ഞാൻ കുടിച്ചോളാം. ഓ, പറച്ചിൽ കേട്ടാ തോന്നും മിതാഹാര ഭോജനാന്ന്. അതുകൊണ്ടല്ല, പാത്രത്തിൽ ഇയാൾക്ക് കഞ്ഞി കൊടുത്താൽ ഇതാണ്ട് ഇയാൾ യൂശാൻ താടിയാ കഞ്ഞി കിടന്ന് ഓളം വെട്ടും. അതുകൊണ്ടാ. നീ പോയി കഞ്ഞി ഒപ്പിട്ട് വെക്കാം അങ്ങോട്ട്. എന്റെ ദൈവമേ, നാളെ എവിടാണോ ജഡ്ജ്മെന്റ്? കോഴഞ്ചേരി കോളേജിലാ. ഇതെന്തോ എഴുതി വെച്ചേക്കുന്ന ഐറ്റം? അമരവള അച്യുതൻ മാഷിനെ വിളിച്ചു ചോദിക്കാം ഇതെന്തോ സാധനം എന്ന്. ഹലോ, അമരവള അച്യുതൻ മാഷേ. അച്യുത മാഷ് എനിക്ക് മനസ്സിലായി. ചുമ കേട്ടപ്പോ മനസ്സിലായി. ആർക്കെ ചുനക്കര. ആർക്കോ ചോരച്ചെന്നല്ല, ആർക്കെ ചുനച്ചെറിയാ വിളിക്കുന്നത്. എന്റെ ശിഷ്യൻ. നല്ല വിശേഷങ്ങൾ. നാളെ കോഴഞ്ചേരി കോളേജിലാ എനിക്ക് മത്സരത്തിന് മാർക്ക് ഇടാൻ പോകേണ്ടത്. എങ്ങനാ? ഒന്നും പേടിക്കണ്ട, തൊട്ടപ്പുറത്ത പമ്പയാർ എടുത്തൊക്കെ ചാടിയാ മതി. അതല്ല, മാഷിന് കേൾവി കുറവുണ്ടെന്ന് പറഞ്ഞു. എന്ത് പറ്റി? കഴിഞ്ഞിടക്കായിട്ട്
കേൾവി കുറവൊക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കുന്നു പറഞ്ഞത്? എന്താ ഞാന് കഴിഞ്ഞ 2 വർഷം മുമ്പാണല്ലോ ഞാൻ അവസാനമായിട്ട് മാർക്ക് ഇടാൻ പോയത്. ഈ മാർക്ക് കുറഞ്ഞ പിള്ളേര് അതിന്റെ ദേഷ്യത്തിന് എന്റെ ചെവിയും കടിച്ചു പറിച്ചോണ്ട് ഓടിയടാ. ആ അപ്പൊ ഇപ്പൊ എന്റെ ശബ്ദം വന്ന് സുഷിരത്തിൽ വന്ന് തട്ടിത്തടഞ്ഞു പോകുന്നേ ഉള്ളൂ, അകത്തോട്ട് കേറുന്നില്ല. കാരണം ചെവിക്ക് മടലില്ലല്ലോ തടഞ്ഞു നിർത്താൻ. അപ്പൊ ഇനി അമേരിക്കയിൽ പോയി ഓപ്പറേഷൻ ചെയ്തൊരു മടൽ പിടിപ്പിക്കാനാ ചെവിക്ക്. അങ്ങനെ അമേരിക്കയിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് ചെവി പിടിപ്പിക്കണ്ട, പറമ്പിലോട്ട് ഇറങ്ങിയാ മതി. എന്തിനാ? ഉണക്ക റബ്ബർക്ക് പൊട്ടിത്തെറിച്ച് കിടപ്പുണ്ട്, അതെടുത്ത് ചെവിയെ പിടിപ്പിച്ചാൽ മതി. നല്ല ഫിഗർ ആയത്. അത് കൊള്ളാം. മാഷേ, ഒരു സംശയം ചോദിക്കാനാ ഞാൻ വിളിച്ചതേ. എന്തുവായിരുന്നു? എനിക്ക് നാളെ കോഴഞ്ചേരി കോളേജിൽ ജഡ്ജ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ മൈം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ മൈം എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, അതോ ആക്ഷൻ കാണിക്കും പിള്ളേരെ കുറെ മുഖത്ത് വെള്ള കളറും തേച്ച് കുത്തി വരച്ചിട്ട് വന്ന് കുത്തി പറയുന്ന ഒരു സംഭവം ഇല്ലയോ? അതാണ് ഈ മൈം. അതാ മൈം. മാഷേ, നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഫ്രീയാ. ആഫ്രിക്ക അല്ല, ഞാൻ നാളെ ഫ്രീ ആണ്. ആണെങ്കിൽ വേദി 2 കളരിപ്പയറ്റ് മത്സരം നടക്കുന്നുണ്ട്, ഒന്ന് മാർക്കിടാൻ വരാമോ? ഞാനെങ്കും വരുന്നില്ല. ഒന്നാമത്തെ ഒരു ചെവി മുറിഞ്ഞു പോയി, ഇനി പിള്ളേരുടെ കടുത്തൂടെ കണ്ടിക്കാനെ കൊണ്ട്. അപ്പൊ ശരി മാഷേ, ഞാൻ ഫ്രീ ആകുമ്പോ വിളിക്കാം. എന്റെ ദൈവമേ, ഇന്ന് അവിടെ ഇവിടെ പോയി മാർക്കറ്റ് എന്ന് ഭയങ്കര വേദന. അയ്യോ, 9 മണിയായപ്പോ തുടങ്ങിയ ജഡ്ജ്മെന്റാ. കസാര കൈ കുത്തി വെച്ചിട്ട് ഉണക്കത്തേങ്ങയുടെ ചോട് പോലെ കൈ. നാടുവാന്നെ നൂർത്തിട്ടേ ഇല്ല. ഇന്നൊന്ന് നാടുവന്ന് നൂർക്കണം. ഈ കൈ കൊണ്ടല്ലോടാ നീ മാർക്ക് ഇടുന്നേ? ഈ കൈ കൊണ്ടല്ലോടാ നിന്നെ ഈ റൈറ്റിംഗ് പാടിന്റെ സ്പ്രിങ്ങിനകത്ത് അമുക്കോടാ ഞാൻ. മേലെ നീ മാർക്ക്. അത് ശരി. മുണ്ടും വലിച്ചു മുറിച്ച് കളയണം ഞാൻ. ഇരുന്ന് കാര്യം പറയാം. ചേട്ടോ, എന്തോ ആരെ ടിപ്പറിനോണ്ടൊന്ന് കല്ലിട്ടത്? ടിപ്പറിന് കല്ലിട്ടല്ല, ഒരു അതിഥിയുണ്ട്. ഒരു ഗ്ലാസ് ചായ എടുക്കണി. നിങ്ങൾക്ക് എടുക്കണോ? എനിക്ക് ശരിക്കും കിട്ടി. അല്ല, എനിക്ക് മനസ്സിലായില്ല ഇത് ഇവിടുന്ന് വരുവാന്ന്. മനസ്സിലായില്ല? നിനക്ക് മനസ്സിലാക്കി തരാം. ഇങ്ങോട്ട് എഴുന്നേറ്റടാ. നീ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്തെ കേരളോത്സവത്തിന് മാർക്കിടാൻ പോയായിരുന്നോടാ? പോയായിരുന്നെങ്കിൽ മാർക്കിട്ട നേരം മോണോ ആക്ടിന് നീ മാർക്കിട്ടായിരുന്നോടാ? ഇട്ടില്ലെങ്കിൽ എന്നിട്ട് നീ ആ മാർക്കിട്ടിട്ട് ആരും കാണാതെ അവിടുന്ന് ഓടിയായിരുന്നോടാ? ഓടിയെങ്കിൽ നിന്നെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയായിരുന്നെങ്കിൽ എന്താ എന്താടാ? ആരായിരിക്കും മനസ്സിലായില്ല? ആരാന്ന് മനസ്സിലായില്ലല്ലോ. എടാ, കേരളോത്സവത്തിന് നീ മാർക്കിടാൻ വന്നില്ലയോ? അന്ന് നീ അവിടെ ഇരുന്ന് എല്ലാവർക്കും അവാർഡ് കൊടുത്തു. പക്ഷെ അവിടെ പെർഫോം ചെയ്ത ബാലതാരങ്ങൾക്ക് നീ അവാർഡ് കൊടുത്തില്ല. ആ ബാലതാരങ്ങൾക്ക് അവാർഡ് കൊടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ വന്ന ബാലനടാ ഞാൻ. ഇത്രയും വലിയൊരു ബാലം വന്നിട്ട് ബാലതാരത്തിന് അവാർഡ് വേണമെന്ന് പറഞ്ഞത് ഇയാൾ എന്തോ അവിടെ ഉണ്ടാക്കി വെച്ചത്? അയ്യോ, ഞാനല്ല ബാലതാരം, പിന്നെ ഞാൻ ബാലൻ. അവിടെ പെർഫോം ചെയ്ത താരം എന്റെ മകൻ, അവനാണ് ബാലൻ. ഒന്നുകൂടെ പറഞ്ഞ മനസ്സിലായില്ലത്. എന്റെ പേരാണ് ബാലൻ. അവിടെ പെർഫോം ചെയ്ത ബാലതാരം എന്റെ മോൻ, അവനാണ് ബാലൻ. ഇടി കിട്ടിയ എനിക്കല്ലയോ? എന്റെ റിലേ അല്ലയോ പോകേണ്ടത്? ഇപ്പൊ നിന്റെ റിലേ ആണല്ലോ പോയത്. എന്റെ പൊന്നടാവെ പറഞ്ഞു മനസ്സിലായില്ലയോ? ഇല്ല. എടാ, എന്റെ കുഞ്ഞ്, ഇച്ചിരിയുള്ള കുഞ്ഞ് ബാലൻ, കുഞ്ഞുങ്ങളെ ബാലൻ എന്നാണ് വിളിക്കുന്നത്. എന്റെ പേരാണ് ബാലൻ. അച്ഛനും അമ്മ എനിക്ക് പണ്ടിട്ട പേരാണ് ബാലൻ. അപ്പൊ നിന്റെ അച്ഛനമ്മയ്ക്ക് അറിയത്തില്ല നീ വളർന്ന് വലുതാവുന്നു ബാലൻ നിട്ടത്? എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് നീ അവാർഡ് നിഷേധിച്ചു. അവിടെയുള്ള ബാലതാരങ്ങൾക്കെല്ലാം അവാർഡ് നിഷേധിച്ചു. എന്തുകൊണ്ടെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എടാ, ജൂറിയുടെ അന്തിമ തീരുമാനമാ. തന്റെ മോനെ അവിടെ എന്താ കാണിച്ചത്? തന്റെ മോനെ ഏതായിരുന്നു? നിനക്ക് അറിയത്തില്ലേ ഇപ്പൊ? ഇല്ലയോ? ചെസ് നമ്പർ 43 ഓർമ്മ ഉണ്ടോടാ നിനക്ക്? ആ, ഓർമ്മയുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. ആ 43 എന്റെ മോനായിരുന്നു. ഓ, 43 മോനായിട്ട് കൊണ്ട് നടക്കുന്നത് ഇവനെന്താ പ്രാന്താത്തവര്? 43 അല്ലെന്നും നെഞ്ചത്ത് 43 എഴുതി ഒട്ടിച്ച് അവിടെ പെർഫോം ചെയ്തു. മോണോ ആക്ട്, മിമിക്രി, നാടകം, ഒപ്പന എല്ലാം തകർത്തഭിനയിച്ചത് എന്റെ മോനാണ്. എന്റെ മോന് നീ അവാർഡ് നിഷേധിച്ചു. നിന്റെ മോൻ അവിടെ എന്താ കൂത്താട്ടമാ കാണിച്ചത്? കാണിച്ചത് എന്റെ മോൻ എന്തൊക്കെ ഐറ്റങ്ങൾ കാണിച്ചത് അവിടെ? നല്ല കിടുക്കനായിട്ടല്ലേ അവൻ മിമിക്രി അവിടെ ചെയ്തത്. എന്താ മിമിക്രി കാണിച്ചത്? മൂക്കിനകത്ത് വിരലിട്ടിട്ട് കൊഞ്ഞലം കത്തിയതാണ് മിമിക്രി. മൂക്കിനകത്ത് വിരലിട്ട് കൊഞ്ഞലം കുത്തിയതല്ല, അവൻ മുഖർശങ്ക് പ്രാക്ടീസ് ചെയ്തതാ. പറ്റത്തുള്ളൂ. അത് മാത്രമാണോ? തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്നത് എന്ത് കിടുക്കനായിട്ട് എന്റെ മോൻ ചെയ്തേ? നീ പഠിപ്പിച്ചു വിട്ടത്? ഞാനാ പഠിപ്പിച്ചു. തൃശ്ശൂർ പൂരത്തിന് മാലപ്പടക്കം പൊട്ടുന്നത്
വെറുതെ അല്ല അവിടെ കൊട്ടിയ ശബ്ദം ചടപട അവിടെ കൊടുക്ക എടാ ജൂറിയുടെ അന്തിമ തീരുമാനമുണ്ട് അത് നല്ലതായിട്ട് നടപ്പാക്കി ഞാൻ അതങ്ങ് പോട്ടെ. മിമിക്രിയെ നിങ്ങൾ പാടെ അവഗണിക്കുന്ന ഒരു അവസരമാണല്ലോ ഇത്. പക്ഷെ അവൻ അവിടെ ഒരു നാടോടി നൃത്തം കളിച്ചു, കിടുക്കൻ നാടോടി നൃത്തം. എന്ത് ഗ്രേസ്ഫുൾ ആയിരുന്നു അവന്റെ പെർഫോമൻസ്. ചെറുക്കനൊന്നും അവിടെ കാണിച്ച വന്ന കാര്യങ്ങൾ അവിടെ നല്ല അടിപൊളി നാടോടുത്തു എന്റെ കുഞ്ഞു കളിച്ചേ. എന്താ കളിച്ചത്? കാവേരിപ്പുഴയിൽ കരിവീട്ടി തോണിയിൽ കരിമല വീശാൻ പോയവനെ മലേറിയ എന്റെ മാൻ അഴുക്കാ. നീ അഴുക്കാ, നിന്റെ മകനും അഴുക്കാ കാണിക്കുന്നത്. മാൻ അഴുക്കുന്നല്ല, മാൻ അഴകാന്ന്. എന്തുവായാലും അവാർഡ് കിട്ടാത്തപ്പോ എന്റെ കുഞ്ഞെന്തോ കരച്ചിലാന്ന് പറയാ അവിടെ കിടന്ന് കരഞ്ഞത്. അവൻ അവാർഡ് കിട്ടാഞ്ഞിട്ട് കരഞ്ഞതല്ല, ആ സിവിന്റെ തറയെ കാല് വെച്ച് അടിക്കാന്റെ വേദന കൊണ്ട് കിടന്ന് കരഞ്ഞതാണ്. നിങ്ങൾ ഇങ്ങനെ ഈ ബാലതാരങ്ങളെ അവഗണിക്കരുത്. വളർന്നു വരുന്ന യുവതാരങ്ങളാണ് വരും. അവൻ കിടുക്ക മോണോക്ടാ നാട്ടുകാരെ ചെയ്തത്. ഇയാളത് കണ്ടില്ലപ്പെടുത്തിയിരുന്നു. എന്താ മോണാക്ട് കാണിച്ചത്? എന്താ മോണാക്ട് കാണിച്ചെന്ന് പറഞ്ഞു? ഇതോ മോണോ ആക്ട് കാണിച്ചു. ഈ നാട്ടിൽ അവഗണിക്കപ്പെട്ട അവസ്ഥിത വർഗങ്ങളുടെ ഉപേക്ഷിക്കപ്പെട്ട ജന്മങ്ങളുടെ ഒരു അവസ്ഥയാണ് അവൻ ചെയ്തത്. കുഞ്ഞിന് പാല് കൊടുക്കാൻ, കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു ഭിക്ഷക്കാരന്റെ ദയനീയ അവസ്ഥ അവൻ ചെയ്തവിടെ. അമ്മാ വല്ല തറേ ചേട്ടാ ചേട്ടാ വല്ല തറേ ചേട്ടാ. നിങ്ങൾ എന്തോ കണ്ട ആസ്വദിക്കുക. കണ്ട പിച്ചക്കാരൊക്കെ പെരക്കാത്ത വന്ന് കയറി നിങ്ങൾ നോക്കി എനിക്ക് അമ്മ വല്ല തറേ അമ്മ. പിച്ചക്കാരൻ നിനക്ക് മനസ്സിലായി? പിച്ചക്കാരൻ ചേച്ചിക്ക് മനസ്സിലായോ? മനസ്സിലായി. ചേച്ചിക്ക് മനസ്സിലായി? ധാരാന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. അവർക്ക് മനസ്സിലായില്ല. ചേച്ചിക്ക് മനസ്സിലായില്ലേ ഭിക്ഷക്കാരനാന്ന്? മനസ്സിലായി. ചേച്ചിക്ക് മനസ്സിലായി. പക്ഷെ ഇവൻ ആരാന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെന്ന്. ഞാൻ ഭിക്ഷക്കാരനാന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അത് മനസ്സിലായി. നീ എന്തിനാ ഈ പെരക്കകത്ത് വന്ന് കയറിയെന്ന് മനസ്സിലായില്ലെന്നാ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെക്കാട്ടി കിടക്കനായിട്ടാണ് എന്റെ കുഞ്ഞോടെ ഭിക്ഷക്കാരനായിട്ട് ചെയ്തത്. പക്ഷെ നിനക്കത് മനസ്സിലായില്ല. എന്തോ ഈ പറയുന്നത്? ഇവൻ എന്റെ കുഞ്ഞിന് അവാർഡ് നിഷേധിച്ചു. അവാർഡോ? ലളിതാമ്മേ, ഇവന്റെ കൊച്ചു വന്ന് അവിടെ ഗോപ്രായം കാണിച്ചു. അതിന് ഞാൻ മാർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? സത്യസന്ധമായിട്ട് മാർക്ക് ഇടുന്ന ഒരു ജൂറി അംഗമല്ലേ ഞാൻ. അപ്പൊ ഇവരെ കൊച്ചു ഞാൻ മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അത് ഇപ്പൊ ചേട്ടന് അത് അർഹതയുള്ളവർക്കേ കൊടുക്കത്തുള്ളായിരിക്കും. എന്താ അർഹതയുള്ളവർക്ക്? അർഹതയുള്ളവർക്കല്ലേ ഇവൻ കൊടുത്തത്. ഈ വളർന്നു വരുന്ന യുവതാരങ്ങളെ ബാലതാരങ്ങളെ ഈ മുളയിലെ നുള്ളുന്ന പരിപാടിയിലൂടെ നീ ചെയ്തത്. എടാ നിന്റെ കൊച്ചു ചെയ്തതല്ലാന്ന് നിനക്ക് തോന്നി. എന്റെ കൊച്ചു കിടുക്കനായിട്ട് അവിടെ ചെയ്തത്. എടാ നിന്റെ കൊച്ചു ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കുട്ടിയോട് ഒരു പെർഫോമൻസ് ചെയ്തിട്ട് ബോണാക്ട്. എന്റെ പൊന്നെ, തെരുവ് നായ ആക്രമിക്കാൻ വരുമ്പോൾ പേടിച്ചോടുന്ന ഒരു സീൻ ആ കൊച്ചു കാണിച്ചു. കൊള്ളത്തില്ലായിരുന്നു. ഞാൻ കണ്ടത്. അത് കിടുക്കനായിട്ട് ചെയ്തതാ. അടി കിട്ടും. അത് കിടുക്കനായിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. എങ്ങനെ ചെയ്തൊന്ന് കാണിച്ചു. എന്റെ പേര് സിന്ധു. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് തെരുവ് നായ ഒരു കുട്ടിയെ ആക്രമിക്കാൻ വരുന്നത്. അത് അവിടുന്ന് തെരുവ് നായ കുറച്ച് വരുന്നു. തെരുവ് നായ ആക്രമിക്കാൻ വരുന്നേ, എന്നെ രക്ഷിക്കണേ. കുട്ടി രക്ഷപ്പെട്ടിട്ട് കുറച്ച് കഴിയുമ്പോ തിരിച്ചു വരാം. അന്നേരം കാണാം. നിന്റെ ഓപ്പണിംഗ് ഒക്കെ കൊള്ളായിരുന്നു. തിരിച്ചു വരുമ്പോ നിന്റെ ക്ലൈമാക്സ് കൂടെ ഞാൻ നോക്കട്ടെ. സത്യം പറഞ്ഞാ എന്റെ ചേട്ടനാന്നേ നേരത്തെ പറഞ്ഞ പോലെ ഈ അർഹതയുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ. അനിയ എന്റെ പൊന്നി ചേച്ചി, നിങ്ങളോടൊരു സ്നേഹം ബഹുമാനമുള്ളോട് പറയുക. നിങ്ങളുടെ ചേട്ടൻ മനഃപൂർവ്വമാണ് എന്റെ കുഞ്ഞിന് അവാർഡ് തരാതിരുന്നത്. അയ്യോ, ഈ അവാർഡ് കിട്ടാത്തതിന് മനം തൊന്ന് എന്റെ കുഞ്ഞ് ഒരാഴ്ച കൊണ്ട് സ്കൂളിൽ പോയില്ല. അറിയാമോ? സ്കൂളിൽ പോകുന്നില്ലയോ? എങ്ങനെ പോകുവാൻ? അവൻ എങ്ങനെ പോകും? സെലിബ്രിറ്റി അല്ലേ. സെലിബ്രിറ്റിക്ക് അവാർഡ് കിട്ടാൻ സ്കൂളിലോട്ട് എന്ന സ്കൂളുകാർ കയറ്റും അവിടെ. സെലിബ്രിറ്റി ആണോ? പിന്നെ അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അയ്യോ, എന്റെ മോൻ 3 സിനിമയെ മുഖം കാണിച്ചല്ലേ. അല്ല, നിങ്ങളുടെ ജോലി എന്തുവാ? എനിക്ക് ജോലിയൊന്നുമില്ല. അല്ല, അവന് ജോലിയുണ്ടല്ലോ. മോന് ജോലിയുണ്ടല്ലോ. പഠിക്കാൻ വന്ന ഇറക്കണ ജോലി അല്ല. അവന് ചെറിയ ഷോർട്ട് ഫിലിമും മറ്റേ ചെറിയ സിനിമയും ഇന്റർവ്യൂ ഒക്കെ കിട്ടുമല്ലോ. അതിന്റെ സൈഡിൽ കൂടെ ഞാനും അങ്ങ് പോകും. പിന്നെ ഞാൻ ചെറിയ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് കുഞ്ഞുവായനെ വലിയ വർത്തമാനങ്ങളൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ഞാൻ അവനെ അങ്ങ് കൊണ്ടുപോകാം. അതിരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ഇച്ചിരി കൂളായല്ലോ. സത്യം പറഞ്ഞ എന്റെ ചേട്ടനൊക്കെ നേരത്തെ പോലെ, അതായത് ഇവര് പാരമ്പര്യമായിട്ട് നല്ല കല ആസ്വാദകരെ. ഉമ്മ കള്ളം പറയാ. അയാളെ കണ്ടാലേ അറിയാം അയാൾക്ക് ഒന്നും അറിയാം. അങ്ങനെ പറയുന്നത്. എന്റെ ചേട്ടന്റെ മുഖത്തെ കല നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. ആ നീട്ടി വളർത്തിയ താടിയും തലമുടിയൊക്കെ കണ്ടിട്ടില്ലയോ? എന്ത് തോന്നുന്നു? അത് വെട്ടിക്കാൻ കാശില്ലെന്ന് തോന്നുന്നു. അതല്ലെന്ന്, അത് കലാകാരന്റെ അഴകാ. അത് ആ ബുദ്ധിജീവിയുടെ ആ ഒരു ഇതാ. അത് ഉമ്മ അടങ്ങി അവൻ മേലിറങ്ങി പണിക്ക് പോകാതിരിക്കാൻ വേണ്ടി അടവെടുത്തിരിക്കുക. അങ്ങനെ ദേഷ്യപ്പെടരുത്. അതായത് എന്റെ അമ്മായിച്ചനുണ്ടല്ലോ, പി കെ ചുണക്കര എന്ന് പറയുന്ന ആള് എന്തോ ജഡ്ജായിരുന്നറിയാവോ? സത്യം പറഞ്ഞ ഈ കേരളത്തിലെമ്പാടും പുള്ളി മാർക്ക് ഇട്ടിട്ടുണ്ട്. അത് ശരി. കെട്ടി കഴിഞ്ഞിട്ട് വരട്ടെ. അവനെ ഉണ്ടല്ലോ, ഇന്ന് അവന്റെ ക്ലൈമാക്സ് ഇവിടെ ഒത്തില്ലെങ്കിലുണ്ടല്ലോ, അവൻ എന്റെ കോച്ചിനെ കാട്ടി വലിയ ഇങ്ങനെ പറയാനായിട്ട് സൈക്കിൾ മെഷീൻ ചവിട്ടിക്കൊണ്ട് വരുന്നത്. ഞാനാ
ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ അമ്മായിയച്ഛൻ ഇവിടെ അമ്മായിച്ചന് കാലിന്റെ മുട്ടിന്റെ ചിരട്ട മാറ്റി വെച്ചായിരുന്നു. എങ്ങോട്ട് മാറ്റി വെച്ചു? ഇവിടെ നിർത്തല അവിടെ കൊണ്ടുവച്ചു. മാറ്റി വെച്ചത് ഈ മുട്ടിന്റെ ചിരട്ടയ്ക്ക് കേടായിരുന്നല്ലോ. അപ്പൊ ഈ മുട്ടിന്റെ ചിരട്ട എടുത്ത് ഈ ചിരട്ടയെ വെച്ചു. ഇവിടെ ചിരട്ടയില്ല, ഞാൻ ഇതെടുത്ത് ഇവിടെ വെച്ചു. ഇപ്പൊ തിരിഞ്ഞും പറഞ്ഞു തീരെ വയ്യ. പാലം പോലെ എന്തിനാ വന്നത്? എന്റെ പേര് എങ്ങനെ അറിയാം? കാലം അറിയാൻ പറഞ്ഞു. അല്ല ഇങ്ങനെ വന്നറിയ മോനെ അങ്ങോട്ട് വന്നായിരുന്നു, പെർഫോമൻസ് ചെയ്തിട്ട് വന്നായിരുന്നു. അവനെ നോക്കിക്കോ ഞാൻ. അല്ല അവനത് ഇറങ്ങി ചാടി. എന്തിനാ അവനറിയത്തില്ല, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അവൻ പെർഫോം ചെയ്തിട്ട് വരട്ടെ. കാട്ടി വലിയ പരിപാടി അവൻ ചെയ്യുമെന്നാ പറഞ്ഞത്. ഞാനും ചുരക്കര മാഷ പഴയ ആൾക്കാർക്കൊക്കെ ഞാൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. മോനെ വിഷയം എന്ന് പറഞ്ഞാൽ കുഞ്ഞില് മാർക്ക് കൊടുത്തു. എനിക്ക് എന്റെ പൊന്നപ്പൂപ്പ ഞാനൊരു കാര്യം പറയട്ടെ. ഈ വളർന്നു വരുന്ന യുവതാരങ്ങൾ ബാലതാരങ്ങൾക്ക് അവാർഡ് കൊടുക്കണം. അവരെ മുളയിലെ നുള്ളരുത്. അവർക്കൊരു പ്രോത്സാഹനമാണ് ഈ അവാർഡ് എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരിക്കട്ടെ. എടാ കൊച്ചേ, നിന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ കൊച്ചു കുഞ്ഞല്ലയോ? ആ കൊച്ചു കുഞ്ഞാണ്. ഒരുപാട് വളർന്നു വരാനുണ്ട്. അല്ല ഒരു അവാർഡ് കിട്ടിയിട്ട് ഷോക്കേസിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് വളരത്തില്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ ആ കുഞ്ഞിനോട് പോയി പറഞ്ഞ് മനസ്സിലാക്കണം, കുഞ്ഞെ നീ ഒരുപാട് വളരാനുണ്ട്. ഇപ്പൊ ഒരു അവാർഡ് തന്നു കഴിഞ്ഞാൽ നീ എവിടെ അങ്ങ് സ്റ്റോപ്പ് ആക്കി ഇത്ര ഉള്ളെന്ന് വിചാരിച്ച്. അപ്പൊ കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലാക്കണം, നീ ഒരുപാട് വളർന്നു വരുന്നത് കഴിയുമ്പോൾ നിനക്ക് നാഷണൽ അവാർഡ്, ദേശീയ അവാർഡ്, ഓസ്കാർ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം ഒരു പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് അങ്ങനെ ചെയ്യേണ്ടത്. മുതിർന്നവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. അതാ കേൾക്കണം, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വളരുമ്പോ അവൻ ഇനി കിട്ടും. അത് മതി. അത് എന്റെ മോൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം. അപ്പം മാഷിനോടൊന്ന് പറഞ്ഞേക്കണേ. രണ്ട് അടി അടിച്ചിട്ടുണ്ട്, അതിന് സോറി കൂടെ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, അന്നത് കിട്ടണം അവനെ. അപ്പൊ ഞാൻ പോട്ടെ ചേച്ചി, പോട്ടെ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടടി നിങ്ങളുടെ ഈ താടി മീശയൊക്കെ എവിടെ പോയി? എടി താടി പറിച്ചു കളഞ്ഞാൽ പിന്നെ കിളിച്ചു വരും. ഇവനെന്നെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് കിളിച്ചു വരുമോ? അതുകൊണ്ട് ഞാൻ വേഷം മാറി ഇവിടെ വന്നത്. അടി കിട്ടിയായിരുന്നല്ലേ? അടി കിട്ടിയായിരുന്നു. വേണം, നിങ്ങൾക്ക് വേണം. അതിനെ അറിയിക്കാതിരുന്നോ? എന്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസ്. ഇതോ ഈ നമ്മുടെ അപ്പൂപ്പൻ അവിടെ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു. പല ചടക്കി കൊണ്ട് വന്നതാ. ഒപ്പിടാവോ? ഇനി ഞാൻ അതിനകത്തിൽ ഒപ്പിടാം. അല്ലെങ്കിലേ മാർക്ക് കണ്ട ഒപ്പിട്. മാർക്ക് അതുപോലെ തന്നെ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കൊല്ലം കലോത്സവത്തിന് മാർക്കിട്ട സമയത്ത് നിന്റെ അനിയത്തിയുടെ മോൾ അവിടെ ഒരു ഇത് ഭരതനാട്യം നടത്തിയായിരുന്നു. നിന്റെ അനിയത്തിയുടെ മോൾ അവിടെ വന്നായിരുന്നു, രാധാമണിയുടെ. അവിടെ വന്നിട്ട് എന്റെ തൊട്ട് ഫ്രണ്ട് വന്നിട്ട് ഒരുങ്ങി നിൽക്കുക. എന്നെ ഒരുങ്ങി നിന്നപ്പം എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ആ കുഞ്ഞിനെ കൊണ്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കയറണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാർക്ക് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ മാർക്കിട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താങ്ങ് കിട്ടുന്നത് നമ്മുടെ സ്വന്തക്കാരില്ലയോ? നമ്മുടെ സ്വന്തക്കാരാകുമ്പോൾ നമ്മൾ അങ്ങനെ മാർക്കിട്ട് കൊടുക്കണം. ഹലോ, എക്സ്ക്യൂസ് മീ, ആർ കെ ചുനക്കര മാഷിന്റെ വീടല്ലേ? ഞാൻ ആർ കെ ചുനക്കര മാഷിന്റെ പഴയ ഒരു ശിഷ്യനാണ്. പഴയെന്ന് പറഞ്ഞ ഒരു 10-12 കൊല്ലം മുമ്പ് ഞാൻ മാഷിന്റെ ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ച് ആക്ടിംഗ് ഒക്കെ പഠിച്ച് ഞാനിപ്പോ അറിയപ്പെടുന്ന ഒരു ഹോളിവുഡ് നടനാണ്. അതെ. അപ്പൊ ഞാൻ മാഷിനെ ഒന്ന് കാണണം, ഗുരുദക്ഷിണയുണ്ട്, അതൊന്ന് സമർപ്പിക്കണം, തിരിച്ച് ഹോളിവുഡിലേക്ക് പോകണം. അപ്പൊ മാഷിനെ ഒന്ന് വിളിക്കാമോ? മാഷാണ്. അപ്പൊ ഞാൻ ഗുരുദക്ഷിണ അങ്ങോട്ട് തരട്ടെ. എന്താ സാധനം? ഇങ്ങോട്ട് നിക്കടാ. വരുന്നു. എന്റെ കുലുക്കം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കാണോടാ നിനക്ക് മുമ്പേ വന്ന ബാലൻ. കുലുക്കം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഓവർ ആക്ടിങ്ങിന്റെ ആളാണ്. നീയാന്ന് എനിക്ക് അന്നേരം മനസ്സിലായടാ. അപ്പൊ നിനക്കൊരു സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ പോയി തന്നത്. മേലുണ്ടല്ലോ നിർത്തിക്കോണം. പിന്നെ അടിക്കുന്നതോ? അല്ല, നിങ്ങളുടെ ഈ ജഡ്ജ്മെന്റ് നിർത്തിക്കോണം. ആ ജൂറി